ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്കൊരു ഡിലീഷ്യസ് ആയിട്ടുള്ള പ്രോൺസ് മഷ്റൂം ക്രീമി പാസ്ത തയ്യാറാക്കിയാലോ. അതിനാവശ്യമായിട്ട് ഞാനൊരു 10-15 പ്രോൺസാണ് എടുത്തിട്ടുള്ളത്. കുറച്ചത് വലിയ പ്രോൺസാണ്. അതിലേക്ക് ഞാൻ കുറച്ച് പെപ്പർ പൗഡർ സ്പ്രെഡ് ആക്കിയിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മാത്രം ഞാനിതിൽ പാപ്രിക്ക പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അഥവാ പാപ്രിക്ക പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിൽ ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം നമുക്ക്. ശേഷം ഞാൻ അതിലേക്ക് ഒരു 5-6 മഷ്റൂമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മഷ്റൂം ഇതുപോലെ തന്നെ ജസ്റ്റ് അതിൻ്റെ സ്കിന്ന് ഭാഗം ഒന്ന് പീൽ ചെയ്ത് മാറ്റി വെക്കാം. പീൽ ചെയ്തതിന് ശേഷം അതൊന്ന് സ്ലൈസായിട്ട് കട്ട് ചെയ്ത് അതും ഇതുപോലെ തന്നെ ഒന്ന് ജസ്റ്റ് മാറ്റി വെക്കാം. ഇനി നോൺ സ്റ്റിക്കിന് ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു പീസ് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റ് ആവുന്നവരെ നോക്കാം. ബട്ടർ മെൽറ്റ് ആയതിന് ശേഷം നമുക്ക് അതിലേക്ക് പ്രോൺസ് ചേർത്ത് കൊടുക്കാം. പ്രോൺസ് ചേർത്ത് 1 മിനിറ്റ് ആവുന്നത് വരെ ഇങ്ങനെ വെച്ചതിന് ശേഷം 1 മിനിറ്റ് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ നല്ലോണം ഷാലോ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെക്കണം. അതേ ഫ്രൈ പാനിൽ തന്നെ മഷ്റൂം ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് മാറ്റി വെക്കണം. അതെൻ്റെ ക്യാമറയിൽ പറ്റില്ല, നിങ്ങൾ അതുപോലെ തന്നെ ഒന്ന് ജസ്റ്റ് സോട്ട് ചെയ്ത് മാറ്റി വെക്കണം. ഇനി നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് സ്പെഗാറ്റി ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ സ്പെഗാറ്റിനാണ് ചോദിച്ചത്. ഇത് മുഴുവനും ഞാൻ എടുത്തിട്ടില്ല. ഇതിന് ഹാഫ് പോർഷൻ മാത്രമാണ് ഞാൻ സ്പെഗാറ്റി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിട്ട് 1 മിനിറ്റ് ആകുമ്പോഴത്തേന് ഈ പോർഷന് ഇതിലേക്ക് മിക്സ് ആയിക്കോളും. ഇട്ട് 1 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ആയി കിട്ടും. ശേഷം 10 മിനിറ്റ് നല്ലോണം ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ അത്യാവശ്യം നല്ലോണം 10 മിനിറ്റ് ആകുമ്പോഴേക്കും നല്ലോണം ബോയിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് ഡ്രെയിൻ ചെയ്ത് മാറ്റി വെക്കാം. ഡ്രെയിൻ ചെയ്യുമ്പോൾ ഈ പാസ്തേൻ്റെ സ്റ്റോക്ക് കളയാൻ പാടില്ല. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ആവശ്യമുണ്ട്. നേരത്തെ മാറ്റി വെച്ച അതേ ഫ്രൈ പാനിൽ തന്നെ ഞാനൊരു 3-4 ഗാർലിക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചേർക്കുക, ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മാത്രമേ ഓവർ ബ്രൗൺ നിറമൊന്നും ആവേണ്ട. ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂണാണ് ചില്ലി ഫ്ലേക്സ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അത്ര സ്പൈസി ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇത് ഞാൻ കുറച്ചൊരു സ്പൈസി രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ തന്നെ ഒറിഗാനോ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് 3 ചേർത്ത് ഒന്ന് ജസ്റ്റ് സോട്ട് ചെയ്തതിന് ശേഷം നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച പ്രോൺസും അതുപോലെ തന്നെ മഷ്റൂമും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ശേഷം അതേ ഒരു പാത്രത്തിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് 1 ടീസ്പൂൺ മാത്രം മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം. ശേഷം അതിലേക്ക് 1/2 കപ്പ് മിൽക്കാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്കിത് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ ഈ ചിക്കനെ കൊണ്ടാണല്ലോ പാസ്ത തയ്യാറാക്കുന്നത്. ഇതുപോലെ പ്രോൺസിനെ കൊണ്ട് തയ്യാറാക്കിയാൽ നല്ല ടേസ്റ്റിന് ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെ ഈ രീതിയിൽ തയ്യാറാക്കിയാലുണ്ടാവും. അതിലേക്ക് കുറച്ച് ഞാൻ കുരുമുളക് പൊടിയും കുറച്ച് ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്ന ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ അത് ചേർക്കണമെന്ന് നിർബന്ധമില്ല. ശേഷം ഞാൻ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ പ്രോൺസും മഷ്റൂമും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഇതിലൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇപ്പോൾ ഇതൊരു ക്രീമി പരുവത്തിലായിട്ട് വരും. ശേഷം നമുക്കൊരു ലെമണിൻ്റെ ഹാഫ് ഭാഗം ഇതുപോലെ സ്ക്വീസ് ചെയ്ത് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ നല്ലൊരു ക്രീമി രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ പാസ്ത ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ജസ്റ്റ് ഫോർക്ക് കൊണ്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ശേഷം നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പാസ്തേൻ്റെ സ്റ്റോക്ക് ഇതിലേക്ക് ആഡാക്കി കൊടുക്കണം. ഒന്ന് മിക്സ് ആക്കിയ ശേഷം ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇനി അഥവാ ഫ്രഷ് ക്രീം ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നേരത്തെ എടുത്ത് 1 ടേബിൾ സ്പൂണ് മൈദക്കും പകരം 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുത്ത് കുറച്ചുകൂടി പാൽ കൊടുത്ത് അങ്ങനെ ചെയ്താലും മതി. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഫ്രഷ് ക്രീം ഉള്ളത് കൊണ്ട് ഞാൻ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുകയാണ്. ഫ്രഷ് ക്രീം ചേർത്താൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ നേരത്തെ പാലും മൈദയും ചേർത്ത് ആ മിക്സ് കുറച്ച് കൂടുതലാക്കി ചെയ്താലും മതി.
ലാസ്റ്റ് അതിലേക്ക് കുറച്ച് മൊസറല്ല ചീസ് ആഡാക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്യാം. നല്ല ഈസി ആയിട്ട് ഇതുപോലെ പ്രോൺസ് മഷ്റൂം ക്രീമി പാസ്ത നമുക്ക് തയ്യാറാക്കാം വീട്ടിൽ തന്നെ. എന്തായാലും ഒന്ന് ഒരു തവണ ഉണ്ടാക്കി നോക്കേണ്ടി കേട്ടോ. ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം. ഇത് ഉണ്ടാക്കി അതുപോലെ തന്നെ ചൂടോടുകൂടി ആ സ്പോട്ടിൽ തന്നെ കഴിച്ചു.